ചോർന്നൊലിക്കുന്ന വീട്ടിൽ മഴവെള്ളത്തിൽ ചവിട്ടി തെന്നിവീണ് നാട്ടിക എം.എൽ.എ. സി മുകുന്ദന് വലത് കാലിന് പരിക്ക്. 15 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വീട് ജപ്തി ഭീഷണിയിലാണ് എം.എൽ.എ. നേരത്തെ പറഞ്ഞിരുന്നു. ആരും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും സി മുകുന്ദൻ എം.എൽ.എ. പറയുന്നു. സി മുകുന്ദൻ എം.എൽ.എയുടെ തട്ടിടാത്ത വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വെള്ളം കിടപ്പുമുറിയിലെത്തും. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം താമസിക്കുമ്പോഴും വായ്പാ കുടിശ്ശിക മൂലം ജപ്തിയുടെ വക്കിലാണ് കുടുംബമെന്ന് എം.എൽ.എ. നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് വീട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ വലതുകാലിന് ഗുരുതര പരിക്കേൽക്കുന്നത്. 15 ദിവസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 5.5 സെന്റ് സ്ഥലത്താണ് എം.എൽ.എയുടെ വീട്. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇപ്പോൾ കുടിശ്ശിക 18.75 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. എം.എൽ.എ. ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ല. ആരും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തന്റെ 5.5 സെന്റ് സ്ഥലം വിറ്റ ശേഷം 2 സെന്റ് സ്ഥലം മറ്റെവിടെയെങ്കിലും വാങ്ങി അവിടെ ഒരു മാടം വെച്ച് കെട്ടി താമസിക്കുമെന്നുമാണ് സി മുകുന്ദൻ എം.എൽ.എ. പറയുന്നത്. എല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ഈ 5.5 സെന്റ് ഭൂമി വിൽക്കും. വീട്ടിൽ ചെറിയൊരു 2 സെന്റ് ഭൂമി മേടിച്ച് അവിടെ മാടം വെച്ച് സുന്ദരമായിട്ട് ജീവിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ജീവിതം എന്തായാലും മരിക്കോളം ജീവിക്കണ്ടേ? അതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ്റെ മനസ്സ് തുറന്ന് മുന്നോട്ട് പോകുന്നത്. എം.എൽ.എ. ആയപ്പോൾ കാറ് വാങ്ങാനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷത്തിന്റെ തിരിച്ചടവിന് മാസം 28,000 രൂപ വേണം. കൂടാതെ 3 ലക്ഷത്തിന്റെ ബാങ്ക് വായ്പയുമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.